കഴിഞ്ഞ ദിവസങ്ങളിലെ പിശാചിൻ്റെ അറ്റാക്കിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. തുടർമാനമായിട്ട് നമ്മളിന്നും കുടുംബജീവിതത്തിലുള്ള പിശാചിനെ കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുന്നത്. മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ദൈവം നിങ്ങളോട് സംസാരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാം എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ എൻഡ് ടൈംസിൽ നമ്മളിതിൽ നിന്നെല്ലാം സക്സസ്ഫുള്ളായി പുറത്തു വരണം, അതിനു വേണ്ടിയാണ് പറയുന്നത്. ഈ ദിവസങ്ങൾ ദൈവം നമ്മളെ കൂടുതലായിട്ട് സഹായിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടി ഇതെല്ലാം അറ്റൻഡ് ചെയ്യുക. ദൈവം നമ്മളെ ഒരുപാട് വിടുതൽ തരും എന്നുള്ളതാണ്. കാരണം ഈ കുടുംബജീവിതത്തിൽ ഇന്ന് ഒരുപാട് പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന അനേക കുടുംബജീവിതങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ നമുക്കറിയാം, ഈ സോഷ്യൽ മീഡിയയും അതുപോലെ ഈ ചാറ്റുകളും ഒക്കെ ഇത്രയും ഒരു പ്രോമിനൻ്റ് ആയിരിക്കുന്ന സമയങ്ങളിൽ ഒരുപാട് പാപങ്ങളിലേക്ക് അറിഞ്ഞും അറിയാതെയും വീഴാനായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ജീവിതങ്ങളെ തകർക്കുക എന്നുള്ളതാണ്, കുടുംബജീവിതത്തെ തകർക്കുക എന്നുള്ള പിശാചിൻ്റെ ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടല്ലേ, ഒന്നിൽ കൂടുതൽ ആളിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന്. അതുകൊണ്ട് അത് ചെയ്യാൻ പിശാച് സമ്മതിക്കത്തില്ല. മത്തായി 18:20 അത് പറയുന്നത്, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്നതൊക്കെയും അവിടെ നടുവിൽ ഞാനുണ്ട്. ഈ ഭാര്യ ഭർത്തു ബന്ധത്തിൽ ഒന്നിൽ കൂടുതൽ ആളുണ്ടല്ലോ, യേശു അവിടെ മധ്യേ ഉണ്ട്. യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ നടുവിൽ യേശു ദൈവം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എൻ്റെ ജനം അതുകൊണ്ട് ഒരു നാൾ നശിക്കുകയില്ല എന്ന് പറയും. ഇതുപോലെ തന്നെ സഭാപ്രസംഗി 4:12 മുപ്പിരിച്ചരുടെ അറ്റുപോവുകയില്ല എന്ന് പറയും. അവിടെ ഹസ്ബൻഡ്, വൈഫ്, ജീസസ്, ഇത് മൂന്നും ചേർന്നുള്ള ഒരു ജീവിതം. കുടുംബനാഥൻ, ഭർത്താവ്, സബ്മിസീവായ ഒരു ഭാര്യ, യേശു, 3 പേരുടെ ചേർന്നുള്ള ദൈവഹിതപ്രകാരമുള്ള കുടുംബം, അതൊരിക്കലും നശിച്ചു പോവുകയില്ല. എന്നാൽ പിശാചിൻ്റെ ഉദ്ദേശം ഇത് നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നമ്മൾ കാണുന്ന ചില സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പിശാച് കുടുംബജീവിതത്തിൽ കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള സിംറ്റംസാണ്. കാരണം നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ചേർന്ന് ചോദിക്കുന്നതുകൊണ്ട് പറയാണ്. ആവർത്തിച്ച് ഭവനത്തിലുണ്ടാകുന്ന വഴക്ക്, പുരുഷൻ സ്ത്രീക്കെതിരായിട്ട് സംസാരിക്കും. ഇതിവിടെ തുടങ്ങിയതല്ലത്, ഇത് ഏദൻ തോട്ടത്തിൽ തുടങ്ങിയതാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലെ അവർ പാപം ചെയ്തതിന് ശേഷം അന്യോന്യം പഴിചാരുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. ഉൽപ്പത്തി 3:12 പറയും, അതിന് മനുഷ്യൻ, എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാനത് തിന്നുകയും ചെയ്തു. ദൈവം അവനോട് ചോദിക്കുകയാണ്, ഹീ ഈസ് റെസ്പോൺസിബിൾ. പുരുഷനാണ് ദൈവത്തിൻ്റെ തന്നെ റെസ്പോൺസിബിൾ. അതുകൊണ്ട് പുരുഷനോട് ചോദിക്കുകയാണ്, ഞാൻ നിന്നോട് തിന്നരുതെന്ന് പറഞ്ഞ ഫലം നീ തിന്നുവോ എന്ന് ചോദിച്ചതിന്, ഞാനല്ല ഇത്, ഞാൻ ചെയ്യാനായിട്ട് എനിക്ക് ആ ഒരു താല്പര്യമില്ലായിരുന്നു, എന്നാൽ നീ എന്നോട് ഇരിക്കാമെന്നൊരു സ്നേഹത്തിലിരിക്കാമെന്നൊരു സ്ത്രീ ഇല്ലേ, അവൾ ചെയ്താ, അതുകൊണ്ട് ഞാൻ കൈ കഴുകുകയാണ്. അതിന് സ്ത്രീ എന്ത് ചെയ്തു? പാമ്പിൻ്റെ പേര് പറഞ്ഞു, നുഴഞ്ഞു കയറുമെന്ന പാമ്പ് കാരണക്കാരൻ. ഇതെല്ലാം കാണുന്നത് എന്താണ്? പുരുഷൻ സ്ത്രീക്ക് വിരോധമായി സംസാരിക്കുന്നു. ആ പാപം, അവൾ ചെയ്ത പാപം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുകയല്ല. അപ്പം അങ്ങനെ പറഞ്ഞാലും പാപം ചെയ്താണ്. എന്നാൽ അന്യോന്യം ആരോപണം ഉണ്ടാക്കുന്ന വ്യക്തി. ഇവിടെ എന്താണ്? പാമ്പ് ഒളിഞ്ഞിരിക്കുന്ന പോലെ ഇവൻ ഒളിഞ്ഞിരിക്കുന്നില്ല. ആരാണ്? പാപം. പിന്നീട് ചുറ്റി വരിയും നമ്മുടെ ജീവിതം കട്ടപ്പുകയാക്കിത്തീരും. അന്നേരം ആദ്യത്തെ കാര്യം, ആവർത്തിച്ചുണ്ടാകുന്ന വഴക്ക് ഭവനത്തിലുണ്ടെങ്കിൽ അവിടെ പാമ്പ് കയറിയിട്ടുണ്ട്. ആ പാമ്പ് ചുറ്റി വരിയും, അത് ഒളിഞ്ഞിരിക്കുകയാണ്, അവൻ ചുറ്റി വരിയും എന്ന് നമ്മൾ മനസ്സിലാക്കുക. 2 ദുശീലങ്ങൾ കുടുംബത്തിൽ വന്നു കയറുക. ഡ്രഗ്സ്, ആൾക്കഹോള്, ഇതെല്ലാം ദുശീലമാണ്.
ഞാൻ പറയുന്നത് ഇത് പല ദുശീലങ്ങളും ഫോണിൽ കൂടെ കയറി വരുന്നുണ്ട്. സ്പോർട്സ്, TV ഇതെല്ലാം ദുശീലങ്ങളായിട്ട് വരികയാണ്. കാരണം നമ്മളെ സഭയെ അപഹരിച്ചുകൊണ്ട് പോവുക. ഇതെല്ലാം നേരത്തെ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്. ഭാര്യമാർ പലരും ഭവനത്തിൽ വേറെ പണിയൊന്നുമില്ല, ഭർത്താക്കന്മാർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് വേറെ പണിയൊന്നുമില്ല, പലരും ഈ ഫോണിന് അടിമയായിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരുടെ ഭാര്യമാരിവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു എന്ന് നമുക്കറിയത്തില്ല ഫോണിൽ കൂടി. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുമുണ്ട്. ഈ മദ്യത്തെക്കുറിച്ച് സദൃശവാക്യം 21 അധ്യായത്തിൻ്റെ 29 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. ഒരു സ്മോൾ വെച്ച് തുടങ്ങും, അല്ലെങ്കിൽ ചെറിയ ഒരു കമ്പനി സേക്കിൽ ഇരിക്കും. അത് കഴിഞ്ഞ് കുടിച്ച് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നോക്കി അവസാനം എന്താണ്, അത് സർപ്പം പോലെ നിന്നെ കടിക്കും, അണലി പോലെ കൊത്തും. മദ്യപാനിയിൽ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ പേരാണ് സർപ്പൻറ്റൈൻ സ്പിരിറ്റ്. അത് ചുറ്റും, ശരിക്കും ചുറ്റും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചുറ്റും. ദുശീലങ്ങൾ കുടുംബത്തിൽ കയറി വരും. അതിന് പുറകിൽ പിന്നീട് വേറെ പിന്നെ അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് 31 വാക്യത്തിൽ, നിൻ്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും, നിൻ്റെ ഹൃദയം വക്രത പറയും. ഒരു മദ്യപാനിയെക്കുറിച്ചാണ് പറയുന്നത്. അവന് ആ ഒരു സ്റ്റൈലിലേക്ക് മാറാനായിട്ട് ഇടവരും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഭവനത്തിൽ പിശാച് കയറി എന്നതിനുള്ള തെളിവാണ്. നിൻ്റെ ഭവനത്തിൽ മദ്യമുണ്ടോ, അവിടെ പിശാചുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുകയാണ്, ആരെങ്കിലും നിങ്ങളുടെ ബന്ധു ഒരു സ്മോളെന്ന് പറഞ്ഞോ എന്തെങ്കിലും ഒരു കുപ്പി അവിടെ ഇരിപ്പുണ്ടെങ്കിൽ അവിടെ ഉറപ്പ് 100% ഉറപ്പാണ്. ഭാര്യ പിണങ്ങിയാലും ഭർത്താവ് പിണങ്ങിയാലും ഞാൻ പറയുകയാണ് 100% ഉറപ്പാണ് അവിടെ ഒരു സർപ്പൻറ്റൈൻ സ്പിരിറ്റ് ഉണ്ട്. അത് പ്രാർത്ഥിച്ച് പുറത്താക്കണം. ആ കുപ്പിയും അതിൻ്റെ റൂട്ടുകളും പൊട്ടിച്ച് കളയണം. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആ മദ്യപാനത്തിൻ്റെ ഉള്ളിലെ ആഴത്തിലെ 10-40 വർഷമായിട്ട് 50 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ആത്മാവിനെ പിഴുകണം. ഉള്ളിൽ നിന്ന് താഴേന്ന് ആ ടാപ്പ് റൂട്ടും ആ ചെറിയ റൂട്ടുകളും എല്ലാം പിഴുത് കളഞ്ഞില്ലെങ്കിൽ പിന്നെ അത് പൊട്ടിക്കിളിക്കും. അത് പറ്റും, 100% ഉറപ്പാണ് പറ്റുമെന്ന്. ലൈംഗിക പാപത്തെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് മദ്യപാനി. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കിയില്ല എന്ന് 3 പിന്നെയും പറയുന്നുണ്ട്. അതൊന്നും ഞാൻ റെഫർ ചെയ്യുന്നില്ല. അതുകൊണ്ട് അല്പം മദ്യം കഴിക്കാം. യേശുക്രിസ്തു വീഞ്ഞു കൊടുത്തല്ലോ. പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞല്ലോ, നിൻ്റെ വയറ്റുവേദന ഉണ്ടെങ്കിൽ നിനക്ക് ഇച്ചിരി കുടിക്കാം എന്നൊക്കെ നമ്മളിങ്ങനെ പലതും പറയും. എന്നാൽ തിമോത്തിയോസ് കുടിച്ചാലും യേശു കുടിച്ചാലും നിങ്ങൾ കുടിച്ചാലും ആര് കുടിച്ചാലും അതൊരു ദുഷിച്ച ആത്മാവാണ്. അതിനെ പുറത്താക്കിയില്ലെങ്കിൽ നീ അനുഭവിക്കും, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും പറയാനില്ല. നീ കുടിച്ചോ, ഇഷ്ടം പോലെ കുടിച്ചോ, നീ അവസാനം അനുഭവിക്കും. പ്രാർത്ഥനയ്ക്ക് എന്നോട് വിളിച്ച് പറയരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ സർപ്പൻറ്റൈൻ സ്പിരിറ്റിനെ പുറത്താക്കാതെ പ്രാർത്ഥനയ്ക്ക് വിളിച്ച് പറയരുത്. അതിൻ്റെ പുറകെ ബാക്കിയുള്ള കാര്യങ്ങളും വരും, പേടിക്കേണ്ട. നിൻ്റെ കുടുംബം കട്ടപ്പുകയാവുന്നത് നിൻ്റെ മുമ്പിൽ വെച്ച് നിനക്ക് കാണാൻ പറ്റും. യു ഡോണ്ട് മൈൻഡ്. അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വരുന്ന ദോഷം നിനക്ക് കാണാൻ പറ്റും. ഈ DNA കൂടി ഇത് പാസ് ചെയ്ത് പോകും. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ വീണ്ടും പറയാണ്, ദുശ്ശീലങ്ങൾ കുടുംബത്തിൽ വരരുത്. മൂന്നാമത് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്, ഭാര്യ മത്സരിക്കുന്നു, വിധേയപ്പെടുന്നില്ല. അത് ഒരു രീതി പറഞ്ഞാൽ ഈ ഒരു ഇസബേൽ സ്പിരിറ്റാണ്. ഇസബേലാണല്ലോ പ്രൈഡായിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു. അവളാണ് ഭർത്താവിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ഇപ്പോഴും ഭാര്യമാർ ഭർത്താക്കന്മാർ, ഇയാളൊരു യൂസ്ലെസ് ആണ്, ഇങ്ങനെ പറയുന്നത്. അയാളോട് പറഞ്ഞാൽ ഒന്നും കാര്യമില്ല, അയാൾ യൂസ്ലെസ്. കാരണം അവരുടെ കുറേ കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ച് വെച്ചിട്ടുണ്ട്. അത് അവർക്ക് നടപ്പാക്കിയെടുക്കാനായിട്ട് ഭർത്താവ് അതിന് ഈൽഡ് ചെയ്തില്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയും. ശരിക്കും ദൈവത്തിൻ്റെ സന്നിധിയിലെ ഭാര്യയുടെ പോലും, ബൈബിൾ പ്രകാരം ഭാര്യയുടെ പോലും റെസ്പോൺസിബിലിറ്റി ദൈവത്തിൻ്റെ സന്നിധിയിൽ അക്കൗണ്ടുള്ളായിരിക്കുന്ന ഭർത്താവാണ്. ഹവ്വയോടല്ല ദൈവം ചോദിച്ച പാപം ചെയ്തപ്പം, ആദാമിനോടാണ് ചോദിച്ചത്. അതുകൊണ്ട് ഭാര്യ ചെയ്യുന്ന പാപത്തിന് പോലും ഭർത്താവാണ് റെസ്പോൺസിബിൾ. അതുകൊണ്ട് ഭാര്യ എപ്പോഴും ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം. എഫേസ്യർ ലേഖനത്തിലെ സഭയും കർത്താവും തമ്മിലുള്ള ബന്ധം പോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുകയും ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കുകയും അവരൊരു ശരീരമായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവം വിളിച്ചാക്കിയിരിക്കും. നാലാമത് വേറൊരു കാര്യം ഭവനത്തിൽ കാണുന്ന
പിശാചിൻ്റെ അറ്റാക്കുള്ളതാണ് ആവർത്തിച്ച് ലൈംഗിക സ്വപ്നങ്ങൾ കാണുന്ന ഒരു കാര്യം. അതുപോലെ ഭവനത്തിലെ ഭിന്നതയുണ്ടെങ്കിൽ പൊതുവേ കാണുന്ന ഒരു സ്വപ്നമാണ് നിങ്ങളെ ആരാണ്ട് പിടിച്ചുകൊണ്ട് പോകാൻ വരുന്ന പാമ്പ് വന്ന് നിങ്ങളെ വിഴുങ്ങുന്ന കാര്യം, ഒരുപാട് തലയുള്ള പാമ്പുകൾ വരുന്ന കാര്യം. അതുപോലെ ഈ ലൈംഗിക സ്വപ്നങ്ങൾ പലപ്പോഴും കാണാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന സ്പിരിച്വൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറഞ്ഞ ആത്മാവാണ് ലൈംഗിക സ്വപ്നങ്ങളിലേക്ക് നമ്മളെ നടത്തുന്നത്. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു സെഷൻ എടുക്കുന്നുണ്ട്, അപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് പറയാം. അതിനോട് ചേർന്ന് തന്നെ ലസ്റ്റ് വരിക. നമുക്ക് ഈ ലൈംഗിക ബന്ധത്തിൽ, ഭാര്യയുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ താല്പര്യം നഷ്ടപ്പെട്ടു പോയിട്ട് ഭാര്യ അവിടെ കിടന്ന് ഉറങ്ങുമ്പോൾ യവൻ രാത്രി പോയി ബ്രൗസ് ചെയ്ത് പ്രോണോഗ്രഫി കണ്ട് മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ആൾക്കാർ. കാരണം അങ്ങനെ ഒരു അഡിക്ഷനായി കഴിയുമ്പോഴത്തേക്ക് ഭാര്യയിൽ പിന്നെ ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല, നാച്ചുറലി ഉണ്ടാകത്തില്ല. കാരണം മറ്റേ ആത്മാവാണ് കിടക്കുന്നത്, സ്പിരിച്വൽ വൈഫ് അവനെ സംബന്ധിച്ചിടത്തോളം. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം സ്പിരിച്വൽ ഹസ്ബൻഡ് അവൻ്റെ ഉള്ളിൽ കിടക്കുക. ഒരു ബന്ധത്തിന് ഊഷ്മളത ഇല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ. ഇത് ലൈംഗിക സ്വപ്നങ്ങൾ കാണാനും അതുപോലെ വെഡ് ഡ്രീംസ് കാണാനും ഒക്കെ കാരണമാക്കി തീർക്കുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാം നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പൈശാച് അറ്റാക്ക് ഉണ്ടെന്ന് കാണിക്കുന്നതാണ്. അത് ചിലത് എക്സ്റ്റേണലായിരിക്കും. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് തരും പുറത്ത് നിന്ന്. ചിലത് നമ്മളിങ്ങനെ വീൽഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ കയറും. പ്രത്യേകിച്ച് ഈ സെക്ച്വൽ സിൻസിനെ ഞാൻ നേരത്തെ ഞാൻ പറയുന്നില്ല, നേരത്തെ ആ എപ്പിസോഡ് 3-4 എപ്പിസോഡ് ചെയ്തിട്ട് നിങ്ങൾ കാണുക. ഇതെല്ലാം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അത് പുറത്ത് പോകാനായിട്ട് ഭയങ്കര പാടാണ്, കുറേ പാടാണ് പുറത്തുള്ളത്. എന്നാൽ അതിനെ പുറത്ത് കൊണ്ടുവരാൻ പറ്റും. ഒറ്റ കാര്യം, നിങ്ങളതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്താൽ ബാക്കി ദൈവം ചെയ്തു. അതിനൊരു സൊല്യൂഷനോടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. കുടുംബജീവിതത്തിലുള്ള ഡിഫറൻസ് ആദ്യം ചെയ്യേണ്ട, വിശ്വാസികളാണെങ്കിൽ ആ പ്രോബ്ലം റിയലൈസ് ചെയ്യുക. അപ്പോൾ ആ പ്രോബ്ലം നിങ്ങൾ റിയലൈസ് ചെയ്യുക. ഇതാണ് പ്രശ്നം. ആ പ്രശ്നം ഈ ഇയർലി സ്റ്റേജിൽ ഞാൻ പറഞ്ഞ ആദ്യത്തെ കട്ടയാണെങ്കിൽ നമുക്ക് പൊട്ടിക്കാൻ പറ്റും, കോട്ടയായെങ്കിൽ പിന്നെ ഡൈനാമൈറ്റ് വേണ്ടി വരും. അന്യോന്യം ക്ഷമിക്കുകയും പൊറുക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ഒരു ആത്മാവാണ് ഭവനത്തിലുണ്ടാവേണ്ടത്. അതുകൊണ്ട് പ്രോബ്ലം ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത് നിങ്ങൾ തമ്മിൽ ഹംബിൾ ചെയ്യുക. ഹംബിൾ യുവർ സെൽഫ്. ദൈവസന്നിധിയിൽ കീഴ്പ്പെടുക. ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടുക, ഭർത്താവ് ദൈവത്തിന് കീഴ്പ്പെടുക. ദൈവത്തിൻ്റെ പ്രമാണം ഒരിക്കലും നമ്മൾ അവിടെ കോംപ്രമൈസ് ചെയ്യരുത്. ഞാനത് വീണ്ടും പറയാണ്, ദൈവത്തിൻ്റെ പ്രമാണം ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. അനുസരണം ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് അത് ചെയ്യുക. മൂന്നാമത്തെ കാര്യം, ചില സമയങ്ങളിൽ ഇത് ഇച്ചിരി കടുത്തതായിപ്പോയെങ്കിൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ മിണ്ടുന്നില്ല, ഒരുമിച്ച് പാർക്കാൻ പറ്റുന്നില്ല, ഒരുമിച്ച് കിടക്കാൻ പറ്റുന്നില്ല, വേറെ വീട് വാടകയ്ക്ക് എടുക്കാൻ പോകുന്നു, അങ്ങനെയൊക്കെയുള്ള സ്റ്റേജ് ആണെങ്കിൽ ഒരു ക്രിസ്ത്യൻ കൗൺസിലറെ, ഒരു ദൈവദാസനെ കാണുന്നത് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ അത് നിങ്ങൾ പേഴ്സണലായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ അന്യോന്യ ആരോപിക്കരുത്. ഇപ്പം രണ്ടുപേരും ആരോപണം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ വഴക്കിലും അടിയിലും ഒക്കെ കലാശിക്കും. ഭാര്യ ഭർത്താവിൻ്റെ വീട്ടുകാരെ കുറ്റം പറയുന്നു, മാതാവിനെയും പിതാവിനെയും അന്യോന്യം കുറ്റം പറയുന്നു. അതുപോലെ വേറെ ആളുകളുമായിട്ട് കൂട്ടുകെട്ടി ഫോണിൽ കൂടെ ഒക്കെ പറയുമ്പം ഭാര്യ ഫോണിലെ വേറെ കൂട്ടുകാരിയെ വിളിക്കുമ്പോൾ പറയുന്നതെല്ലാം തന്നെ ഭർത്താവിൻ്റെ കുറ്റമാണ് പറയുന്നതല്ല. അത് വേറൊരു ആളിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ് ഭർത്താവിൻ്റെ കുറ്റം. ഇത് വേറെ ആൾ കേൾക്കുന്നുണ്ട്. ആരാന്നറിയാമോ? പിശാച്. ദൈവം കേൾക്കുന്നുണ്ട്, പിശാച് കേൾക്കുന്നുണ്ട്. അവനതിൽ കൂടെ അങ്ങ് പ്രവർത്തിച്ചോളും. നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ നാവിൽ നിന്ന് പിന്നെ ഒരു നല്ല കാര്യം ഒരിക്കലും വരത്തില്ല ഭർത്താവിനെ കുറ്റപ്പെടുത്തി ഇങ്ങനെ സംസാരിക്കുമ്പോൾ. അതുപോലെ ഭാര്യമാരെ മോശമായിട്ട് സംസാരിക്കുക, കൂട്ടുകാർ കൂടിയിരിക്കുമ്പം ഭാര്യയുടെ ഗുണവിശേഷങ്ങൾ നെഗറ്റീവായിട്ടുള്ളത് പറഞ്ഞിട്ട് എൻജോയ് ചെയ്യുക. ഇതൊക്കെ തന്നെ ഭയങ്കരമായിട്ടുള്ള പാപങ്ങളാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അന്യോന്യ ആരോപണം മാത്രമല്ല, തേർഡ് പാർട്ടിയോടെയും ആ ആരോപണം പറയാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ, ഇപ്പോൾ തന്നെ ആ പാപം ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. അത് മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരും ക്ഷമിച്ചാൽ ഇതൊക്കെ അങ്ങ് ഒഴിവാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങളൊന്ന് ക്ഷമിച്ചാൽ മതി, അന്യോന്യം ക്ഷമിച്ചാൽ മതി, നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. എന്നാൽ ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് രണ്ടുപേരും ക്ഷമിച്ച് നിരപ്പ് പ്രാപിക്കേണ്ട ഏറ്റവും ആവശ്യമാണ്. പിന്നെ ഇതുപോലെ വേറൊരു കാര്യമാണ് സോൾട്ടൈസ്.
ഈ ദേഹിയുമായിട്ടുള്ള ബന്ധം, ആളുകളുമായിട്ട് മൈൻഡ് തമ്മിൽ കെട്ടപ്പെട്ടിരിക്കുന്ന സോൾ ടൈസ്, അതുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യണം. അത് പ്രധാനമായിട്ട് വരുന്ന ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പം ഭവനത്തിൽ ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാതെ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഓഫീസിൽ ആരെങ്കിലും നല്ലൊരു സാരി എടുത്തുകൊണ്ട് ചെല്ലുമ്പം പറയും, മാഡത്തിൻ്റെ സാരി നല്ലതാണല്ലോ എന്നൊരു അപ്രീസിയേഷൻ പറയുമ്പോഴേ, എൻ്റെ ഭർത്താവ് ഇതുവരെയും പറഞ്ഞിട്ടില്ല, ഇയാളെങ്കിലും ഒന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് നമുക്കൊരു സോഫ്റ്റ് കോർണർ ഉണ്ടാവും. ഈ സോഫ്റ്റ് കോർണറിൽ അദ്ദേഹമായിട്ട് ഫ്രീ ആയിട്ട് സംസാരിച്ച് അവസാനം ഇവർ തമ്മിലൊരു ഒരു റിലേഷൻഷിപ്പ് പോലെ ഡെവലപ്പ് ചെയ്യും. അതിനാണ് വേറെ രീതിയിൽ പറഞ്ഞാൽ സ്പിരിച്വൽ വൈഫെന്ന് സ്പിരിച്വൽ ഹസ്ബൻഡെന്നും ഒക്കെ പറയാവുന്ന ഒരു സംഭവം. ഒരു സോൾ ടൈ ഡെവലപ്പ് ചെയ്യും. പിന്നെ ഈ സോൾ ടൈ പിന്നീട് കുറച്ചുകൂടെ കഴിഞ്ഞ് ദീർഘമായി കഴിയുമ്പോൾ വേറെ ബന്ധങ്ങളിലേക്കും പോകും. അത് അൺഗോഡ്ലിയാണ്. അതുകൊണ്ട് ആദ്യം തന്നെ അത് റിയലൈസ് ചെയ്യുക, എൻ്റെ ഭർത്താവിനെ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെ അല്ലാതെ ഞാൻ വേറൊരു ബന്ധത്തിലേക്ക് പോവുകയില്ല, ഞാൻ എൻ്റെ സോള് അവരുടെ സോളുമായിട്ട് ടൈ ചെയ്യത്തില്ല എന്ന് തീരുമാനിക്കുക. അതുപോലെയുള്ള വേറെ സോൾ ടൈസും ഉണ്ട്. കുടുംബത്തിലുള്ള വേറെ ആളുകളുമായിട്ടുള്ള സോൾ ടൈസ് അതും ക്രിയേറ്റ് ചെയ്യും. അപ്പനുമായിട്ടുള്ള സോൾ ടൈ മകൾക്ക്, അതുപോലെ മകന് അമ്മയുമായിട്ടുള്ള സോൾ ടൈ, ഇതൊക്കെ ഒത്തിരി പ്രയാസം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് പിന്നെ കുടുംബജീവിതത്തിൽ വരുമ്പോൾ സെപ്പറേഷൻ അല്ലെങ്കിൽ ലീവിങ് ആൻഡ് ക്ലീവിങ് ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥ. അപ്പനെ അമ്മയെ ഉപേക്ഷിക്കാനല്ല പറയുന്നത്, ആ ലീവിങ്ങും ക്ലീവിങ്ങും ഇല്ലാതെ ആ ഇമ്പോർട്ടൻസ് ഫാമിലി ലൈഫിലെ ഭാര്യയ്ക്കുള്ള പ്രാധാന്യവും ഭർത്താവിനുള്ള പ്രാധാന്യവും കുറഞ്ഞു പോകുന്ന അവസ്ഥ പല കുടുംബങ്ങളിലുമുണ്ട്. അതങ്ങനെ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. സോൾ ടൈസ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുക. അതുപോലെ ഓഫീസിലുള്ള സോൾ ടൈ അത് ക്രിമിനലാണ്, അതൊരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. നെവർ, വേറൊരു കുടുംബത്തെ കൂടെ തകർക്കുന്നതാണ്. അത് അൺഗോഡ്ലിയാണ്, അത് ഉപേക്ഷിക്കുക. ഭാര്യ എന്തെങ്കിലും ഭർത്താവിനോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭർത്താവിനോട് ക്ഷമ ചോദിക്കുക. അതുപോലെ ഭാര്യയോട് ക്രൂരത ചെയ്തിട്ടുണ്ടെങ്കിൽ ഭർത്താവ് ഭാര്യയോട് ക്ഷമ ചോദിക്കുക. ഇതെല്ലാം ചെയ്യേണ്ടതാണ്. ഇത് രണ്ടും ചെയ്യുമ്പോഴേ ആ മിഡിൽ പ്ലേസിലെ കർത്താവ് വരും. നമ്മൾ അന്യോന്യം ക്ഷമ ചോദിക്കുമ്പോഴേ, ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ക്ഷമ ചോദിക്കുമ്പോഴേ, അന്യോന്യം ചോദിക്കുമ്പോഴേ അതിന് നടുവിലെ കർത്താവ് വരും. അവിടെ കുടുംബ പ്രാർത്ഥന ഇല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന ചെയ്യുക, ഒരുമിച്ച് ബൈബിൾ സ്റ്റഡി നടത്തുക, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക, അന്യോന്യം കൈകോർത്തിരുന്ന് അല്ലെങ്കിൽ അന്യോന്യം ഹഗ് ചെയ്തിരുന്ന് ദൈവസന്നിധിയെ സ്തുതിക്കാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ടോ നമ്മൾ പഠിക്കുക. ഇത് ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കും. ഇതൊരു ഊഷ്മളത, സ്നേഹത്തിൻ്റെ ഊഷ്മളതയാണ്. അത് അന്യോന്യം ഭാര്യ ഭർത്താക്കന്മാർ അറിയുകയും അറിഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. അതിന് വേറൊരു സൊല്യൂഷൻ നമുക്ക് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അന്യോന്യം അറിഞ്ഞ് ഏറ്റുപറഞ്ഞ് കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരുമിച്ചിരുന്ന് സന്തോഷിക്കുക, ദൈവസേനയിൽ സന്തോഷിക്കുക, ഒരു പാട്ടൊക്കെ പാടി ദൈവനൊക്കെ വായിച്ച് പ്രാർത്ഥിച്ചൊന്ന് സന്തോഷിക്കുക കുഞ്ഞുങ്ങളുമായിട്ട്. അവിടെയാണ് എൻ്റെ സൊല്യൂഷനുള്ളത്. പിശാച് വിട്ടുപോകും. എന്നാൽ പിശാചിന് ഇടം കൊടുത്താൽ അവൻ അവിടെ നിന്ന് കയറിയിട്ട് അവൻ മേഞ്ഞ് അതൊരു പരുവമാക്കി തീർക്കും. നേരത്തെ ഞാൻ പറഞ്ഞ 4 പാപങ്ങൾ, 4 രീതിയിലുള്ള അറ്റാക്കുകളെക്കുറിച്ച് പറഞ്ഞു കുടുംബജീവിതത്തിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക, അന്യോന്യം ക്ഷമ ചോദിക്കുകയും ഒക്കെ ചെയ്യാൻ. ആ അൺഫോർഗീവ്നെസ്സിൻ്റെ സ്പിരിറ്റിനെ കളഞ്ഞിട്ട്, ആ കയ്പിൻ്റെ നീരസത്തിൻ്റെ സ്പിരിറ്റിനെ കളഞ്ഞിട്ട് കർത്താവിന് വേണ്ടി ഒരു ത്യാഗമെടുക്കുന്നത് പോലെ അന്യോന്യം രണ്ടുപേരും ചേരുമ്പോഴേ അതിൽ കൂടി കർത്താവ് പ്രവർത്തിച്ച് നിങ്ങളുടെ ജീവിതങ്ങളെ ഊഷ്മളങ്ങളാക്കി തീർക്കും. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, കുടുംബജീവിതത്തിലുള്ള പൈശാചിക ശക്തികളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു, പഠിച്ചു. കർത്താവെ, അതിൽ നിന്നൊക്കെ വിടുവിക്കണമെന്ന് അനേക കുടുംബങ്ങളെ ഈ പിശാച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. പലതരമായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവന്നിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സോഷ്യൽ മീഡിയയും അതുപോലെ ചാറ്റുകൾ കൂടിയൊക്കെ അന്യപുരുഷന്മാരെയും സ്ത്രീകളെയൊക്കെ സംസാരിച്ച് കർത്താവെ, അത് ഒരു ഹൃദയത്തിലെ ഒരു സോൾട്ടായി കൊണ്ടുവത്തേക്കുന്ന അനേക വ്യക്തികൾ ഇന്ന് ഇത് കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ സോൾട്ടൈകൾ പൊട്ടിമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതങ്ങളിൽ കലഹങ്ങളുണ്ടാക്കുന്ന പൈശാചിക ശക്തികളെ, ഈ മറൈൻ സ്പിരിറ്റിനെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ഫത്സിച്ച് പുറത്താക്കുന്നു. ഈ ജെസിബേൽ സ്പിരിറ്റിനെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ പുറത്താക്കുന്നു. ഈ സ്പിരിച്വൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള ഈ സ്പിരിറ്റുകളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ പുറത്താക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ കർത്താവിൻ്റെ വഴികൾ അവർക്ക് വെളിപ്പെട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ചിരുന്ന് അന്യോന്യം ക്ഷമിച്ച് നിരപ്പ് പ്രാപിച്ച് കർത്താവിനെ മധ്യസ്ഥ വെച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ, ദൈവത്തിന് നിരപ്പ് പ്രാപിപ്പാൻ കർത്താവെ ഇടവരുത്തണമേ. കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യയെ ഭർത്താവ് സ്നേഹിപ്പാനും, അതുപോലെ സഭ കർത്താവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭാര്യ
ഭർത്താവിന് കീഴടങ്ങിയിരിക്കാനും കർത്താവെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബാക്കിയുള്ള റിബല്യസ് ആയിട്ടുള്ള പ്രൈഡ്ഫുള്ളായിട്ടുള്ള എല്ലാ ആത്മാവിനെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വലിയൊരു വിടുതൽ നിങ്ങൾക്ക് തരുകയും സഹായിക്കുകയും ചെയ്യും. ഈ നാളുകളിലെ കുടുംബജീവിതങ്ങളിലെ ദൃഢത, കുഞ്ഞുങ്ങളുടെ ഭാവിയും അതുപോലെ അവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടവരും. അവിടെ എവിടെയെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുമല്ലോ. കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇതുകൊണ്ട് അടുത്ത തലമുറ കർത്താവെ നഷ്ടപ്പെട്ടു പോകാതെ അനുഗ്രഹിക്കപ്പെടുവാനായി ഇവരെ ഞങ്ങളെ കൈകളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് നിങ്ങൾ വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഏത് രീതിയിൽ പ്രയോജനപ്പെട്ടു എന്ന് അറിയിക്കുന്നത് നല്ലതാണ്. പ്രയർ റിക്വസ്റ്റുകൾ അയച്ചു തരിക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് സൺഡേ മീറ്റിങ്ങിൽ താല്പര്യമുള്ളവരെ നിങ്ങളുടെ നമ്പർ അയച്ചു തന്നാൽ നിങ്ങളെ അതിൽ ജോയിൻ ചെയ്യിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.